Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഒരു വീറ്റ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും 1.5 മണിക്കൂർ 90 മിനിറ്റ്സിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. അതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് പാലാണ് നമുക്ക് ടോട്ടൽ ആവശ്യം. അതിൽ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പാല് ഈ പഞ്ചസാര മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് പഫ്ഡപ്പ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് ഞാനിതിൽ 2 കപ്പ് വീറ്റ് ഫ്ലവർ ആട്ട 2 കപ്പും ഒരു 1/2 കപ്പ് മൈദയുമാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഈ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ പാഡൽ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ മറ്റോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത പാലാണ്. 1 കപ്പ് പാലിൽ നിന്ന് നമ്മൾ 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടാണ് ഈസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അത് മിക്സ് ചെയ്യുക. അതിനോടൊപ്പം 1 മുട്ടയും നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ഇപ്പോൾ പൊങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറച്ചായി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പ്രോസസ്സർ ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ വലിയൊരു ബൗളിൽ എടുത്തിട്ട് കൈകൊണ്ട് തന്നെയോ സ്പാച്ചുല കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ യൂഷ്വൽ മാവാക്കുന്നത് പോലെ. ഇപ്പോൾ വെറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം മിക്സായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് മൈദ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് അതിനെ ഒരു സ്മൂത്ത് ഡോ ആക്കി നമുക്ക് മാറ്റിയെടുക്കണം. നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന മുഴുവൻ മൈദ ഇതിലേക്ക് ഇടരുത്, മുഴുവനായിട്ട് ഇടരുത്. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളപ്പറ്റ എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ചായി ചേർത്തിട്ടാണ് ഒരു സ്മൂത്ത് മാവാക്കി മാറ്റേണ്ടത്. നമ്മൾ കുഴയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കുത്തി കുഴയ്ക്കുകയല്ല, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലൊരു സ്മൂത്ത് സുന്ദരി ഉണ്ടയായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊരു തുണി വെച്ച് കവർ ചെയ്യണം. ഒരു 10 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഇത് കുറച്ചൊന്ന് പഫ്ഡപ്പ് ആയിട്ടുണ്ടാകും. ഇനി നമുക്കിതിനെ ഒന്നുകിൽ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് വേണ്ട. നമ്മുടെ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ലോഫിൻ്റെ ടിന്നിൽ കൊള്ളുന്ന വിധത്തിൽ ആക്കിയെടുക്കാനാണ്. കുറച്ചൊന്ന് പരത്തി അതിനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കോലാണ് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ബേക്കിംഗ് ടിന്നിൻ്റെ അളവ് ഏകദേശം നോക്കി ഇപ്പോൾ ആ പരത്തിയതിനെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തു. ഇനി അതിലേക്ക് അതിനെ വെച്ചു. ടിന്നിൽ നമ്മൾ ഓയിലോ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് അതിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഒരു 30 മിനിറ്റ്സ് അതിനെ ഇതുപോലെ കവർ ചെയ്ത് വെക്കണം. 30 മിനിറ്റ്സിന് ശേഷം ഇങ്ങനെയാണ് അത് ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡബിൾ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ 375 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുക. ഇല്ലെങ്കിൽ അത് വല്ലാതെ ചിലപ്പോൾ ബ്രൗൺ ആയി കരിഞ്ഞൊക്കെ പോവും. ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 15 മിനിറ്റ്സും കൂടി ബേക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ ഇതിൽ ടിന്നിൽ വെക്കേണ്ട. 5 മിനിറ്റിന് ശേഷം നമുക്കിതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ചൂട് നന്നായി ഒരുവിധം തണിഞ്ഞതിന് ശേഷം, ഐസ് കോൾഡ് ആവണമെന്നില്ല, ഒരു വാം ആയിരിക്കും, പക്ഷേ ചൂടിൽ മുറിക്കരുത്. തണിഞ്ഞതിന് ശേഷം നമുക്കത് മുറിച്ചെടുക്കാം. കാരണം ആ സ്റ്റീമിൽ അത് കുറച്ചും കൂടി അതിൻ്റെ അകം ഒക്കെ ഒന്ന് നല്ലോണം വേവാനുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത അടിപൊളി ഹോൾ വീറ്റ് ഹോം മെയ്ഡ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.